നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണ തുളസി ആരാണെന്ന് നമ്മൾ നാളെ കണ്ടുപിടിക്കും. നാളെ റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ സ്റ്റുഡിയോയുടെ നടയിലുണ്ടാവും. താങ്ക് യു ജഗൻ, താങ്ക് യു സോ മച്ച്. കൃഷ്ണ തുളസിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുക്കും. ആരാണ് കൃഷ്ണ തുളസി, എന്തുകൊണ്ടാണ് അവള് പേര് വെളിപ്പെടുത്താത്തത്, അവളുടെ ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അത് മതി, ഒരാകാംക്ഷ. എന്താ അവള് ഫോട്ടോ വയ്ക്കാത്തത്, മീഡിയാസിൽ എന്താ വരാത്തത്, അതൊക്കെ നമുക്കറിയണം. പറഞ്ഞല്ലോ, നാളെ എല്ലാത്തിനും മറുപടി കിട്ടിയിരിക്കും. അന്ന് സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ ആ SI ജയേഷിന് കൂടെ കൂട്ടാം. അയ്യോ അങ്കിൾ, അത് വേണ്ട. മമ്മി അന്ന് പറഞ്ഞതുപോലെ തൽക്കാലം ഇതൊക്കെ നമ്മളിൽ മാത്രം നിന്നാ മതി. ഓക്കെ, എങ്കിൽ ശരി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാം. അനന്തേട്ടാ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചുപേരെങ്കിലും വിളിക്കണ്ടേ പുറത്തുനിന്ന്? ശ്യാമയുടെ വീട്ടുകാരും നമ്മളും മാത്രം മതി എന്നാണ് എന്റെ അഭിപ്രായം. കുറച്ചുപേരെ മാത്രമായിട്ട് വിളിച്ചാൽ പിന്നെ ഒരുപാട് പരാതി വരും. അതും ശരിയാ. മോളെ മോളെ വാ, മോളെ വാ. മോളെ, വിവാഹത്തിന് മറ്റുള്ള ബന്ധുക്കളെയൊക്കെ വിളിക്കുന്ന കാര്യം സംസാരിക്കുകയായിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്കും അച്ഛനും വിഷമം തോന്നുമോ? ഏയ്, മോള് കാര്യം പറ. അല്ലമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു വിവാഹം നടത്തുന്നേ? എന്താ മോളെ? അല്ല, ഈ വിവാഹം നടത്തേണ്ടതുണ്ടോന്ന്. എന്താ മോൾ അങ്ങനെ ചോദിക്കുന്നേ? അമ്മ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഞാനിതുവരെ അവരുടെ വിവാഹം അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ. 2 പ്രാവശ്യവും താലികെട്ട് നടന്നത് പ്രതീക്ഷിക്കാതെയാ. 2 പ്രാവശ്യം എനിക്ക് എതിർപ്പായിരുന്നു. ആ എതിർപ്പ് കുറച്ചു ദിവസം മുമ്പ് വരെ തുടരുകയും ചെയ്തിരുന്നു. അവരുടെ കല്യാണം പിരിഞ്ഞു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല, പുറത്ത് പറയുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് അഖിടെ ഞാൻ മനസ്സ് മാറ്റിയില്ലേ. ശ്യാമയെ അവളുടെ വീട്ടിൽ നിർത്തി. അഖിയെ കൊണ്ട് വേറൊരു പെണ്ണിനെ താലി കെട്ടിക്കുന്നത് വരെ എത്തിയില്ലേ കാര്യങ്ങള്. ഇപ്പോഴാ ഞാൻ മനസ്സുകൊണ്ട് ശ്യാമയെ എന്റെ മരുമകളാക്കിയത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഇനിയാണ് അഖി ശ്യാമയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അല്ല, മോൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഒന്നുമില്ലമ്മേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.